സൂരജേട്ടാ, ദ 7 ഹാബിറ്റ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തെ പറ്റി എന്താണ് അഭിപ്രായം? ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ സ്റ്റീഫൻ ആർ കോവിയുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഇത് നമ്മളുടെ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ, നമ്മളുടെ ഒരു പേഴ്സണൽ ഹാബിറ്റ്സിൽ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ, ഒരു പാരഡിം ഷിഫ്റ്റ് എന്ന് തന്നെയാണ് സ്റ്റീഫൻ ആർ കോവി ഈ ഹാബിറ്റ്സ് നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഇന്റർഡിപ്പെൻഡൻസ് ഈസ് ഓഫ് എ ഹയർ വാല്യൂ ദാൻ ഇൻഡിപെൻഡൻസ് എന്നാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത്. നമ്മളൊരു ഡിപ്പെൻഡൻസ് സ്റ്റേജിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേജിലേക്ക് വരുന്നു. പിന്നീട് ആ ഇൻഡിപെൻഡൻസ് സ്റ്റേജിൽ നിന്ന് ഇൻ്റർഡിപ്പെൻഡൻസ് സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തക്ക ഒരു പ്രാപ്തിയുള്ളൊരു പുസ്തകമാണ്. ഇതിനകത്ത് 7 ഹാബിറ്റ്സ് പറയുന്നതും ഓരോന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഒരു ഹാൻഡ് ബുക്കായിട്ട് നമ്മൾ കരുതേണ്ട ഒരു പുസ്തകമായിട്ട് തന്നെയാണ് എനിക്ക് ഈ പുസ്തകത്തിൽ തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പുസ്തകം എനിക്ക് സാധിച്ചിട്ടുണ്ട്, എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട്, നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ആവശ്യമുള്ളൊരു പുസ്തകമാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിൻ വിൻ എന്ന് പറയുന്നൊരു ഹാബിറ്റാണ്. നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻസിലും നമ്മൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹൈലി സക്സസ്ഫുൾ ആക്കാൻ പ്രാപ്തിയുള്ളൊരു പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും, ബിസിനസ്സുകാരനാവട്ടെ, എംപ്ലോയി ആവട്ടെ, വോട്ടവർ, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സാണോ ജോലിയാണോ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാനായിട്ട് നമുക്കിപ്പോൾ സൈക്കോമെട്രിക് കൺസൾട്ടേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ തന്നെ വിളിക്കുക. സൂരജേട്ടൻ കൂടെയുണ്ട്.